അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിക്ക് ലഭിച്ച അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഭാര്യ രേണുസുധി അലക്ഷ്യമായി വെച്ചിരിക്കുന്നതിന്റെ വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നു. സുധിയുടെ മൂത്ത മകൻ കിച്ചു എന്ന രാഹുൽ പുറത്തുവിട്ട വീഡിയോ ആണ് സുധിയുടെ കുടുംബത്തിനെതിരെ സന്നദ്ധ സംഘടനകൾ നിർമ്മിച്ചു നൽകിയ വീട്ടിലെ മുറിയിലെ കട്ടിലിനടിയിൽ നടന് ലഭിച്ച അംഗീകാരങ്ങൾ അലക്ഷ്യമായി കിടക്കുന്ന ദൃശ്യമുള്ളത്. നാഴികയ്ക്ക് 40 വട്ടം എൻ്റെ സുധിച്ചേട്ടൻ ആവർത്തിച്ച് പറയുന്ന രേണുവിന് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി അവശേഷിക്കുന്ന വസ്തുക്കൾ സംരക്ഷിക്കാൻ തോന്നുന്നില്ലേ എന്നാണ് ജനങ്ങളിൽ നിന്ന് ഉയരുന്ന വിമർശനം. സുധീര ട്രോഫികൾ കട്ടിലിനടിയിലും രേണുവിൻ്റെ സ്വീകരണ മുറിയിലുമായിരുന്നു. ഇപ്പോഴിതാ വൈറൽ വീഡിയോയിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് രേണു. സൂക്ഷിക്കാൻ കഴിയാതെ ഉപേക്ഷിച്ചതല്ലെന്നും മകനെടുത്ത് കളിക്കാതിരിക്കാൻ മാറ്റിവെച്ചതുമാണെന്ന് രേണു യൂണിവേഴ്സൽ എൻ്റർടൈൻമെൻറ്റ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. വീട്ടിൽ ഇപ്പോൾ ട്രോഫി വെക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ലെന്നും ഷോക്കേസ് പോലുള്ളവ നിർമ്മിച്ച് അവിടെ സൂക്ഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും രേണു പറഞ്ഞു. റിതപ്പൻ കുഞ്ഞാണ്. അങ്ങനെ ഒരു പ്രായമാണ് അവൻ്റേത്. അവൻ ചേട്ടൻ്റെ ട്രോഫി എടുത്ത് കളിക്കരുതല്ലോ. പാത്തിരുന്ന് കളിക്കും അവൻ. തടിയെല്ലിൽ തീർത്തതല്ലേ. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ഒടിച്ചു കളഞ്ഞാൽ അത് നമുക്ക് പിന്നീട് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവാർഡുകൾ എടുത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചത്. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കണം. വീട്ടിൽ ഇപ്പോൾ ട്രോഫി വെക്കാനുള്ള അത്തരം സംവിധാനങ്ങളൊന്നുമില്ല. സുധിച്ചേട്ടൻ്റെ ഒരു കട്ടിലിനടിയിലും എൻ്റേത് മേശപ്പുറത്തും വെക്കണമെന്ന് ചിന്തിച്ച് ചെയ്തല്ല. എനിക്ക് അടുത്തിടെ അല്ലേ 5-8 അവാർഡുകൾ കിട്ടിയത്. അത് വരുന്ന വഴിക്ക് മേശപ്പുറത്തങ്ങ് വെക്കുന്നതെന്ന് മാത്രം. അല്ലാതെ എൻ്റേത് ഇവിടെ ഇരിക്കട്ടെ എന്ന രീതിയിൽ സൂക്ഷിച്ചു വെച്ചതല്ല. സുധിച്ചേട്ടൻ്റെ അവാർഡ് കുഞ്ഞ് കളിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വെച്ചത്. അവൻ്റേത് അങ്ങനെ ഒരു പ്രായമാണ്. മാത്രമല്ല ചേച്ചിയുടെ മകൾ കൂടി വരുമ്പോൾ ഇവർ ഞാനറിയാതെ ഫോണിനടക്കം എടുത്ത് കളിക്കും. ഓരോ ദിവസം ഞാൻ ചെല്ലുമ്പോൾ സുധിച്ചേട്ടൻ്റെ ഫോട്ടോയിൽ കുഞ്ഞുങ്ങൾ പെട്ടെന്നൊക്കെ വെച്ച് കണ്ണെഴുതിയിരിക്കുന്നു. അങ്ങനെ ഒരുക്കിയതാണെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെ ചെയ്തതെന്ന് പിന്നീട് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു ചെയ്തത്. ചെറിയ പ്രായമല്ലേ, 5 വയസ്സായതേ ഉള്ളൂ അവന് എന്നായിരുന്നു രേണുവിൻ്റെ വിശദീകരണം. എന്നാൽ സുധീയുടെ ആരാധകർ രേണുവിൻ്റെ മറുപടിയിൽ തൃപ്തരായിട്ടില്ല. യാഥാർത്ഥ്യം പ്രേക്ഷകർ മനസ്സിലാക്കിയപ്പോൾ രേണു തടിതപ്പാൻ ശ്രമിക്കുകയാണെന്ന് പ്രതികരണ വീഡിയോയ്ക്ക് വന്ന കമന്റുകൾ. സുധീയുടെ മൂന്നാം ഭാര്യയാണ് രേണു. നടന്റെ ആദ്യ വിവാഹത്തിലെ മകനാണ് രാഹുൽ. ആദ്യ ഭാര്യ ഉപേക്ഷിച്ചു പോയതിനു ശേഷം സുധീർ രണ്ടാമത് വിവാഹം കഴിച്ചിരുന്നു. അതും ഡിവോഴ്സ് ആയതിനു ശേഷമാണ് രേണു ജീവിതത്തിലേക്ക് വന്നതെന്നും അടുത്തവരെ പ്രചരിച്ചിരുന്നു. എന്നാൽ സുധീർ നിയമപരമായി വിവാഹം ചെയ്ത വ്യക്തി താൻ മാത്രമാണെന്നാണ് രേണുവിന്റെ പ്രതികരണം.